അതെ, ഇന്നൊരു ഹോട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ ഒരു ഫേവറേറ്റ് കേക്കാണ് കേട്ടോ. എൻ്റെ മാത്രമല്ല എൻ്റെ മക്കളതും. നമ്മളെ ബീച്ചിലൊക്കെ ഈ ഒരു സാധനം കിട്ടും. ബ്രൗണിയിലും വാനില കേക്കിലൊക്കെ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആയി ആ ഒരു സാധനം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും മോന് പൂതിയും കൂടി പറഞ്ഞതല്ലേ, അപ്പോൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് ഇതിനൊരു ബ്രൗണി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റും ഓയിലും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് എഗ്ഗും വാനില എസൻസും കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കൊക്കോ പൗഡർ, മൈദ, ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പുകൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മെല്ലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുത്തി ഇളക്കാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിപ്പം എയർ ഫ്രയറിലാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാനൊരു പാത്രത്തിൽ ജസ്റ്റ് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലുള്ള എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 170 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഈ ടൈമിനുള്ളിൽ ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു 5 or 10 മിനിറ്റ്സ് ഒന്നുകൂടി വെച്ചാൽ മതി. അപ്പോൾ അത് ബേക്കായി കിട്ടും. എന്നിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ഫോർക്കോ നൈഫോ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ക്രീമും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് എടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതൊന്നൊരു പീസ് എടുത്തിട്ട് ആ ഒരു ചോക്ലേറ്റ് സിറപ്പിൽ ഒന്നുകൂടി കോട്ട് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയാണ്.